ദിലീപിന്റെ പടം വാട്ട് എവർ ഇറ്റ് മേ ബി കാണാതിരിക്കട്ടെ, അതെന്റെ താല്പര്യമില്ല. അത് എടുത്ത് നിങ്ങൾ വേറൊരാളിലേക്ക് എത്തിക്കേണ്ട കാര്യം എന്തുവാണ്? മോഹൻലാൽ എന്ന് പറയുന്ന റിയൽ ഓജിയെ ആ രീതിയിലായിരുന്നു അന്ന് ചിത്രീകരണം. ആ സംഭവമൊക്കെ മോഹൻലാലും കൂടെ മനസ്സിലാക്കിയാൽ കൊള്ളാം. പടത്തിനെ പറ്റി പറയാനെ കൊണ്ട് സൂപ്പർ. ലാലേട്ടനും ദിലീപും അടുത്തുള്ള എല്ലാ ആൾക്കാരും അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പർ. നെഗറ്റീവ് പറയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഏത് സിനിമയിലും നെഗറ്റീവ് പറയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ തന്നെ ഞാൻ തന്നെ സിനിമകളിൽ എനിക്ക് തന്നെ ചെറിയ വട്ടുണ്ടെന്ന് തോന്നിപ്പോകും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് കുറെ മൊമെന്റ്സ് നമ്മൾ അലറി വിളിച്ചു. പടം കുഴപ്പമൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മാസ് മസാല എന്റർടൈൻമെന്റ്. അവര് ടാഗ് ലൈനിൽ പറയുന്നത് പോലെ നോ ലോജിക് ഓൺലി മാഡ്നസ്. ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ പോവുകയാണെങ്കിൽ പടം 101% നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സാധനം തന്നെയാണ്. നോക്കിക്കോളൂ, ഈ സിനിമ ഒരു 100 കോടിയോ ഇല്ലെങ്കിൽ 150 കോടിയിലോ മസ്റ്റായിട്ട് എത്തും. അതിനുള്ള എല്ലാ ചെരുവുകളും മോഹൻലാലിന്റെ ഒക്കെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ സിനിമ. സ്പോയിലറൊന്നും ആവുന്നില്ല. മോഹൻലാലിനെ നായകനാക്കിയിട്ട് വന്ന ആ എമ്പുരാനില് മോഹൻലാലിന് കൊടുത്തതിനേക്കാളും സ്ക്രീൻ സ്പേസ് ഈ സിനിമയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. മോഹൻലാൽ അതിനകത്ത് എന്നെ എല്ലാവരും ചീത്തയൊക്കെ വിളിച്ചു. അതിൽ ഞാൻ പറഞ്ഞതിന് എന്നെ എല്ലാവരും ചീത്ത വിളിച്ചു. മോഹൻലാൽ ഞാൻ ടൈമർ നോക്കി വെച്ചാണ്. മോഹൻലാൽ ആ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വന്നത് വെറും 11 മിനിറ്റ് ആണ്. ഈ സിനിമയ്ക്കകത്ത് മോഹൻലാൽ 17 മിനിറ്റിൽ കൂടുതലുണ്ട്. പ്രേക്ഷകർ എല്ലാവരും ഒന്ന് ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വന്നൊരു ചീത്ത വിളിച്ച് പറഞ്ഞു എന്നുള്ളത് എല്ലാവരും ചിന്തിക്കണം. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന റിയൽ ഓജിയെ, മലയാള സിനിമയുടെ ഓജിയെ ആ രീതിയിലായിരുന്നു അന്ന് ചിത്രീകരണം. ആ സംഭവമൊക്കെ മോഹൻലാലും കൂടെ മനസ്സിലാക്കിയാൽ കൊള്ളാം. വാട്ട് എവർ ഇറ്റ് മേ ബി, ബബ്ബ എന്ന് പറയുന്ന സിനിമ ഒരു കിടിലൻ എന്ന് പറഞ്ഞ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. നെഗറ്റീവ്സ് ഇല്ലെന്നല്ല പറയുന്നത്. CG എന്ന് പറയുന്ന കാറ്റഗറിയിൽ കുറച്ചും കൂടെ അവർക്ക് ശ്രദ്ധ പുലർത്താമായിരുന്നു. ദിലീപ് എവിടെയും പോയിട്ടൊന്നുമില്ല. എന്നാൽ ഒന്നുകൂടി ദിലീപ് അഗ്നിശുദ്ധി വരുത്തിയതിനു ശേഷമുള്ള റിയൽ കംബാക്ക് ആണ് ഈ സിനിമ. സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ സൂപ്പർ. പക്ഷേ നമ്മളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സ്വല്പം ലോസ് വരും. കാരണം ആ തിയേറ്റർ ഒരു ഇടുങ്ങിയ തിയേറ്റർ ആയിപ്പോയി. നമ്മൾ ഇവിടുത്തെ വലിയ തിയേറ്ററിലായിരുന്നെങ്കിൽ നമുക്ക്, പക്ഷെ എന്നാലും നമുക്ക് അത്രയും ചെറിയ തിയേറ്ററിൽ നമ്മൾ പടം കണ്ടിട്ട് പോലും എക്സ്പീരിയൻസ് വളരെ സൂപ്പർ ആയിട്ടാണ് തോന്നിയത്. ലാലേട്ടൻ എങ്ങനെയെന്നോ അത് പ്രത്യേകിച്ച് പറയണോ? സിനിമയുടെ ഒരു മൊത്ത ഭാഗങ്ങളും മോഹൻലാൽ നമ്മൾ എങ്ങനെയാണ് ഫ്രെയിമിങ് സ്നേഹിക്കുന്നത്? ഹൃദയം കൊണ്ടല്ലേ എല്ലാ രംഗങ്ങളും. തട്ടുടിയെ കൊടുത്തുള്ള കൈലിയൊക്കെ രംഗം എന്നൊക്കെ പറഞ്ഞ് വരട്ടുന്ന അഴിഞ്ഞാട്ടം എന്നൊക്കെ ഡാൻസ് ഒക്കെ എന്താ രസമായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മളെ സലിംകുമാർ വന്നിട്ട് ആ ഒരു വക്കീൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് സത്യം പറഞ്ഞത്. പുറമെ നടക്കുന്ന ഇതായിട്ട് സിനിമ എന്തിനാണ് കൊണ്ടിരിക്കുന്നത്? സിനിമയുടെ രീതി കാണുക, നമ്മൾ സിനിമയെ കാണുകയാണ്. അല്ലാതെ അതിനകത്തുള്ള നടന്മാര് അല്ലെങ്കിൽ നമ്മൾ ഒരു നടനായിട്ട് അഭിനയിക്കുന്ന നമ്മളത് മനസ്സിച്ചിട്ട് അവർ വില്ലനായിട്ട് അഭിനയിച്ചത്. നമ്മൾ മമ്മൂട്ടി കഴിഞ്ഞാണോ വില്ലനായിട്ട് അഭിനയിച്ചില്ലേ? നമ്മൾ വില്ലനായിട്ടാണ് കാണുന്നത്? ഒരിക്കലും അല്ല. അയാൾ പെണ്ണുങ്ങൾ പിടിക്കുന്നത് ഒരിക്കലും അല്ല. സിനിമ അതിനകത്ത് പിന്നെ വേറെ ഒന്നും ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. പടത്തിനെ പറ്റി പറയാനെ കൊണ്ട് സൂപ്പർ. ലാലേട്ടനും ദിലീപും അടുത്തുള്ള എല്ലാ ആൾക്കാരും അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പർ. പല സ്ഥലങ്ങളിലും ചില വ്യക്തികൾക്കൊക്കെ കൊട്ടുകളൊക്കെ ഉണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും അത് എവിടെ കൊള്ളണം, എങ്ങനെ കൊള്ളിക്കണം എന്നുള്ള രീതിയിലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ, അത് വന്ന് നിന്ന ലാലേട്ടൻ നിന്നാൽ നമുക്കൊരു ഓളമാണ് തിയേറ്ററിനകത്ത്. ആ ഒരു എല്ലാം തന്നെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഗംഭീര സിനിമയായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. നെഗറ്റീവ് പറയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഏത് സിനിമയിലും നെഗറ്റീവ് പറയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ ദിലീപേട്ടൻ കോമ്പാണ്. ഞങ്ങളെ ദിലീപേട്ടന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. അടിപൊളി സിനിമ. ലാലേട്ടനും പറയാനില്ലല്ലോ, ലാലേട്ടൻ പുള്ളിയല്ലേ. ലാലേട്ടനും ദിലീപേട്ടനും കോമ്പയായപ്പോ ത്രില്ലർ പടമാണ്. അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. ഫൈറ്റ് സീനും മോഹൻലാലിന്റെ എൻട്രിയും എല്ലാം അടിപൊളിയായിരുന്നു. പാട്ടും ഡാൻസും എല്ലാം അഴിഞ്ഞാടി. യോഗയുടെ തൊട്ടടുത്ത് എത്തും എന്ന് പ്രതീക്ഷിക്കാം. ഉറപ്പാണ് എത്തുമെന്ന് പ്രതീക്ഷയുണ്ട്. ചെറിയൊരു ഡയലോഗ് ഉണ്ട്, അതിൽ പറയും പോലീസുകാരായിട്ടുള്ള ഒരു സീൻ ഡയലോഗ് ഉണ്ട്. അത് സെറ്റായിട്ട് അടിപൊളിയാണ്. ഈ പറഞ്ഞ സ്പൂഫാണ് പടം. അതായത് ഒരുപാട് സിനിമകളുടെ എടുത്തിട്ട് ആ സിനിമകളെ കൊണ്ടുവന്നൊരു സെൽഫ് ട്രോളും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അവർക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ദിലീപിനായാലും നല്ലൊരു എനർജി ലെവലുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇടയ്ക്ക് കുറെ സിനിമകളിലൊക്കെ ഭയങ്കര ഷോ, പക്ഷേ ഇതിന് നല്ല എനർജി ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബൈജു നല്ലൊരു പെർഫോമൻസ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മോഹൻലാലിന്റെ കാര്യം, മോഹൻലാൽ സെക്കൻഡ് ഹാഫിൽ ഈ സിനിമയെ താങ്ങി നിർത്തുന്ന ഒരു വലിയൊരു ഫാക്ടർ മോഹൻലാലാണ്. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഗോകുലം ഉൾപ്പെടെ ചെറിയ സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല രസം. നമ്മൾ തന്നെ ഞാൻ തന്നെ സിനിമകളിൽ എനിക്ക് തന്നെ ചെറിയ വട്ടുണ്ടെന്ന് തോന്നിപ്പോകും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് കുറെ മൊമെന്റ്സ് നമ്മൾ അലറി വിളിച്ചു. ഞാനൊരു സിനിമ ലവറാണ്, ഞാൻ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്നതാണ്. ഇങ്ങനെ ഇവർ ദിലീപിനെ ബഹിഷ്കരിക്കാൻ പറയുന്നുണ്ടെങ്കിൽ പണ്ട് ജഗതിയെ ബഹിഷ്കരിക്കാൻ പറയാം.
ഈ പറഞ്ഞ ഞാൻ ആ പേര് പറയുന്നത് ആ ആക്ട്രസ് അഭിനയിച്ച ഒരു സിനിമയുണ്ട് ഹണ്ട്. എത്ര പേര് വന്ന് സപ്പോർട്ട് കൊടുക്കാൻ തിയേറ്ററിൽ കണ്ടോ? കണ്ടില്ല. ഈ പറയുന്നവരെങ്കിൽ അവരഭിനയിച്ച സിനിമകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ കാണില്ല. അങ്ങനെ കാണൂല. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ ഇതുമൊക്കെ ചെയ്യാം. പക്ഷെ സിനിമയോട് അത് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം കലയെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. ദിലീപിനടുത്ത് നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാതിരിക്കാം, അല്ലാതെ ബഹിഷ്കരിക്കാനൊന്നും ഉത്തരവ് കൊടുക്കാൻ ആർക്കും അധികാരമില്ല.